So after getting reservation for studies and jobs, is it appropriate giving caste reservation for promotions? Should the excellence and the accuracy be applied to the promotions for better governance growth? അത് നല്ല ചോദ്യമായി. ഇത് എന്നോടാണ് ചോദിച്ചത്. ഇത് ശരിയാണോ? ഒന്ന്, ഈ ആളുകളെ തെരഞ്ഞെടുക്കുമ്പോൾ മികവിനെ ദ മർഡർ ഓഫ് മെറിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ നല്ലതായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് മെറിറ്റ് മാത്രമാണ് ഉണ്ടായിരിക്കുക, നിങ്ങൾക്ക് ജാതി യോഗ്യത ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ബാഡായിട്ട് ഫീൽ ചെയ്യും. നിങ്ങൾക്ക് ജാതി യോഗ്യത ആണുള്ളത്, മെറിറ്റ് ഇല്ല അല്ലെങ്കിൽ കുറവാണെന്നുണ്ടെങ്കിൽ മെറിറ്റ് ഒരു ഡാഷ് പരിപാടിയായിട്ട് നിങ്ങൾക്ക് തോന്നും. അപ്പം നിങ്ങളുടെ നമ്പർ കൂടുതലാണെന്നുണ്ടെങ്കിൽ മെറിറ്റ് എന്ന് പറയുന്ന ഒരു കൃത്രിമ സാധനമാണെന്നും അതിനകത്തൊരു കാര്യമില്ലെന്നും അതിങ്ങനെ സാഹചര്യങ്ങൾ അനുസരിച്ചാണ് ഉണ്ടാകുന്നതെന്നും ഒക്കെ ഒരു ഉടായ്പ ന്യായമായിട്ട് നിങ്ങൾ പോകും. പിന്നെ കയറുന്ന സമയത്ത് നോക്കാത്ത സാധനം പിന്നെ വീണ്ടും ഒന്നുകൂടെ തള്ളുന്നു അല്ലേ? ഒരണ്ട് അടി കൊടുത്തിട്ട് വീണ്ടും ഒന്നുകൂടെ ചെയ്യുന്നതിനെ കുറിച്ചാണ് നിങ്ങൾ പറഞ്ഞത്. അതായത് സർവീസിൽ കയറിയതിനു ശേഷം പ്രൊമോഷൻ വീണ്ടും ഈ ജാതി മാത്രം നോക്കി കൊടുക്കുന്നു. ജാതി ഏക റീസൺ, വേറെ ഒരു റീസണും ഇല്ല. അപ്പം സർവീസിൽ എത്തുക എന്ന് മാത്രമല്ല, ഓരോരോ സീറ്റുകളിലും ഈ ജാതി വേണം എന്നുള്ള അതാണ് ഞാൻ പറഞ്ഞ ഈക്വാലിറ്റി ഓഫ് ഔട്ട്കം. ഓപ്പർച്യൂണിറ്റി ഉണ്ട് അവിടെ. ഒരാളൊരു എൻട്രി കേഡറിൽ കയറി കഴിഞ്ഞാൽ, ഒരു എൽ ഇ ക്ലാർക്ക് ആയിട്ടോ അല്ലെങ്കിൽ ഒരു അസിസ്റ്റന്റ് സർജനായിട്ടോ ഒക്കെ കയറി കഴിഞ്ഞാൽ അയാൾക്ക് അതിന്റെ മേളിൽ എത്താനായിട്ടുള്ള വഴി ഇങ്ങനെ കിടപ്പുണ്ട്. ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ആ ജോലി കിട്ടിക്കഴിഞ്ഞാലും ഇതിന്റെ തിയറി അനുസരിച്ച് അയാൾ വീണ്ടും ഇതാണ്, വേറെ ആളുകൾ മുന്നിലാണ്, ഇതാണ്, ഇങ്ങനെ ഒരു സാധനമാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് എത്ര അനീതിയാണ് ഈ സംഗതി എന്ന്, എത്ര അപഹാസ്യമാണ് എന്ന് നമുക്ക് കാണുമ്പോൾ അറിയാം, കേൾക്കുമ്പോഴും മനസ്സിലാവും. ബട്ട് ഓൺലി വെൻ നിങ്ങളാണ് അതിന്റെ ആനുകൂല്യം നിങ്ങൾക്കാണ് ഉണ്ടാവാൻ പോകുന്നതെങ്കിൽ നിങ്ങൾ അതിനെ, ഈവൻ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ എന്താ പറയാ, ഈ പ്രൊമോഷൻ സീറ്റിലേക്കുള്ള ഗസറ്റ് റാങ്ക്, അതിനകത്തേക്കുള്ള പ്രൊമോഷന് വീണ്ടും റിസർവേഷൻ ഏർപ്പെടുത്തുന്നത്, റിസർവേഷൻ കിട്ടി സർവീസിൽ കയറിയവർ തന്നെ വലിയ തോതിൽ ഈർഷ്യയോടെ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അവര് വന്നത് റിസർവേഷൻ വഴിയായിരിക്കും, ഓക്കെ, അത് അവർക്ക് ഓക്കെയാണ്, എൻട്രി കേഡറിൽ അവർ കയറിയിരിക്കുന്നു. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവരുടെ തലയ്ക്ക് മുകളിലൂടെ അവരെക്കാൾ പുറകിൽ കയറി ഒരുത്തൻ ഒരു ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആയിട്ട് അവന്റെ ഓഫീസറായിട്ട് വരുന്നത്. അപ്പൊ എനിക്ക് അങ്ങനെ പേഴ്സണലായിട്ട് ഞാൻ കണ്ടിട്ടുള്ള കാര്യമുണ്ട്. ഞാൻ പബ്ലിക് സർവീസ് കമ്മീഷനിലായിരുന്നു. പബ്ലിക് സർവീസ് കമ്മീഷനിൽ 96 അന്ന് നമ്മുടെ കൂടെ കയറി പല ആളുകളും, അതായത് നമ്മളുടെ റാങ്ക് ലിസ്റ്റ് റൊട്ടേഷൻ ഊഴം വെച്ച് നോക്കിയാലും നമ്മളുടെ പുറകിൽ നിൽക്കുന്ന ആളുകൾ ഈ പറയുന്നോണം തൊട്ടടുത്ത ഗസറ്റ് പോസ്റ്റ് എന്ന് പറയുന്നത് സെക്ഷൻ ഓഫീസറാണ്. അപ്പൊ ആ സെക്ഷൻ ഓഫീസർ എന്ന് പറഞ്ഞാൽ 14 വർഷം 15 വർഷമൊക്കെ അന്ന്, 11 വർഷമെങ്കിലും മിനിമം വേണം. ചില 17-20 വർഷമായിട്ട് സെക്ഷൻ ഓഫീസർ ആവാത്തവരൊക്കെ അന്ന് ഉണ്ടായിരുന്നു. അവർക്ക് ഈ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് ജയിക്കാത്തൊക്കെ ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെ നിൽക്കുന്ന ആളുകൾ ഒരുമിച്ച് നമ്മൾ ചെയ്യുമ്പോഴാണ്, ഡിഗ്രി ആണല്ലോ ഇപ്പൊ സെക്രട്ടേറിയറ്റ് PSC അസിസ്റ്റന്റിന് ഡിഗ്രിയാണ് യോഗ്യത. 5-6 ലക്ഷം പേരൊക്കെ എഴുതുമായിരിക്കും, പക്ഷെ എന്നാലും യോഗ്യത അതാണ്. അപ്പൊ അതിൽ ആദ്യം റാങ്ക് വരുന്നവരാണ് അവര് സർവീസിൽ കയറുന്നത്. അപ്പൊ അവരൊരുമിച്ച് പോവുകയാണ്. അപ്പൊ ഈ സംവരണം എല്ലാം കൊടുത്തിട്ടും ഈ സർവീസിൽ ജൂനിയർ ആയിട്ടുള്ള ആളുകൾ നമ്മളുടെ കൂടെ നിൽക്കുന്ന ആളുകളാണ് 1 മാസം കഴിയുമ്പോൾ ഫ്രോഗ് ലീപ്പ് ചെയ്ത് സെക്ഷൻ ഓഫീസറായിട്ട് വരുന്നത്. ഇവിടെ വെച്ച് ഇതിനാണ് ഡബിൾ റിസർവേഷൻ, ഡബിൾ അല്ല ട്രിപ്പിൾ റിസർവേഷൻ ഉണ്ട്. 3 തവണയൊക്കെ ഒരു സർവീസിനിടയിൽ, എൻട്രിയിൽ അവിടെ വെച്ചൊരു പുഷ്, പിന്നെ 3 ബൂസ്റ്റർ ഒക്കെ യഥാർത്ഥത്തിലുണ്ട്. ഞാൻ അന്ന് അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. 3 ബൂസ്റ്റേഴ്സ്. അപ്പൊ എന്താണ് അതിനെ കുറിച്ച് പറയുന്നത്? റെപ്രസെന്റേഷൻ ഇൻ എവറി സീറ്റ്. അതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഈ വൈസ് ചാൻസലറുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ്. എന്തുകൊണ്ട് വൈസ് ചാൻസലർ ഉണ്ടാകുന്നില്ല എന്ന് ചോദിക്കുന്നു. വൈസ് ചാൻസലർ ഉണ്ടാവുക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടോപ്പ് പോസ്റ്റിലേക്ക് എത്തുന്നില്ല. നോക്കുമ്പോൾ എൻട്രി കേഡറിൽ നിന്ന് എല്ലാവരെയും കൃത്യമായിട്ട് സംവരണം അനുസരിച്ച് തന്നെ കൃത്യമായിട്ട് റിക്രൂട്ട് ചെയ്ത് വിടുന്നു. അപ്പൊ പിന്നെ ഈ പ്രൊമോഷൻ ഇവിടെ എല്ലാം നിലനിർത്തിയിരിക്കുന്നത് ടെസ്റ്റ് പാസ്സാവണം, പിന്നെ വേറെ അറ്റൻഡൻസ് വേണം, ഇങ്ങനെ കുറെ സാധനങ്ങൾ വെച്ചിരിക്കുന്നു. ഇതൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഈ എൻട്രി കേഡറിൽ നിന്ന് നേരെ വൈസ് ചാൻസലർ ആവാൻ പറ്റും. പക്ഷെ
എൻട്രി കേഡർ കഴിഞ്ഞ് ടെസ്റ്റ്, പേപ്പർ പബ്ലിക്കേഷൻ, അത് ഇത് മറ്റേത് എക്സ്പീരിയൻസ്, ഇന്റർവ്യൂ, ഇങ്ങനെ കുറെ സാധനങ്ങൾ വെച്ചിരിക്കുന്നു. അത് സാധാരണ എല്ലാവർക്കും വെച്ചിരിക്കുന്നതാണ്. അത് വെക്കുന്നതുകൊണ്ട് വൈസ് ചാൻസലർ ആവുന്നില്ല എന്ന് മാത്രമേ പറയാൻ കഴിയൂ. അല്ലെന്നുണ്ടെങ്കിൽ ഈ വൈസ് ചാൻസലർ ആവാൻ പോകുന്ന ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ജാതിക്കാരെ മുഴുവൻ ബ്ലോക്ക് ചെയ്യണം. നീ അങ്ങോട്ട് പോകണ്ട, നിനക്ക് പറ്റില്ല. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു കുറ്റമാണ്. അത് കേസ് ഫയൽ ചെയ്യാവുന്നതാണ്. മനസ്സിലായോ? ഈ ഉയർന്ന തസ്തികകളിലേക്ക് ഒരാൾ എൻട്രി കേഡറിൽ കയറുന്ന ഒരാൾ എത്താതിരിക്കുന്നതിന്റെ കാരണങ്ങളാണ് അന്വേഷിക്കേണ്ടത്. അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് കയറാതിരിക്കാൻ എന്തെങ്കിലും വ്യവസ്ഥാപിതമായിട്ടുള്ള ബ്ലോക്ക് ഉണ്ടോ എന്ന് അന്വേഷിക്കണം. ആരെങ്കിലും തകർക്കുന്നുണ്ടോ, അല്ല ആരെങ്കിലും തടയുന്നുണ്ടോ, എങ്കിൽ അത് കണ്ടെത്തി അതാണ് പരിഹരിക്കേണ്ടത്. അല്ലാതെ എന്തുകൊണ്ട് ഇത്രയും പേര് അവസാനത്തെ ടോപ്പ് പോസ്റ്റിൽ എത്തുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയേണ്ടത് ഈ സംവരണവാദികൾ മറുപടി പറയേണ്ട ഒരു കാര്യമാണ്. സംവരണവാദികൾ മറുപടി പറയേണ്ട കാര്യമാണ്. കാരണം അല്ലേ പറയണതേ, തുടക്കത്തിൽ എണ്ണം കുറഞ്ഞത് പോയതുകൊണ്ടാണെങ്കിൽ ഓക്കെ, റൈറ്റ്, മൊത്തത്തിൽ കറപ്ഷൻ. അല്ലെങ്കിൽ തുടക്കത്തിൽ കൃത്യമായി കോട്ട അനുസരിച്ച് വിട്ടു, പിന്നെ എത്തുന്നില്ലെന്നുണ്ടെങ്കിൽ അതാരുടെ കുഴപ്പമാണ്? അന്ന് ഞാൻ ന്യായമായൊരു ചോദ്യമാണ് ചോദിച്ചത്. ആരുടെ കുഴപ്പമായിരിക്കും? ഇനി പൊളിറ്റിക്കൽ അപ്പോയിൻമെന്റ് ആണെങ്കിൽ സോ യു ആസ് ദ പൊളിറ്റിക്കൽ പാർട്ടീസ്, അവരൊക്കെ ചാമ്പ്യൻസ് ഓഫ് റിസർവേഷൻസ് ആണ്, സംവരണത്തിന്റെ വേണ്ടി മരിക്കാനും തയ്യാറാണെന്ന് പറയുന്നവരാണ് പാർട്ടികൾ. അവരോട് ചോദിക്കൂ,